നടുവിൽ ശോഭപൂർണനായി മാറത്തു പൊൻപച്ചയണിഞ്ഞും കാണുന്നേശുവേ ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിൽ പ്രിയരെ, ഈസ്റ്ററിന് മുമ്പ് ക്രിസ്തീയ സഭകൾ 40 ദിവസത്തെ നോയമ്പ് ആചരിക്കുന്ന ഈ കാലയളവിൽ ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ചില ചിന്തകൾ പങ്കുവെക്കുവാൻ എനിക്ക് ലഭിച്ച ഈ അവസരത്തിന് ദൈവത്തോട് നന്ദി പറയുന്നു. ക്രിസ്ത്യാനി എന്ന് അറിയപ്പെടുന്ന നമുക്ക് ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയിൽ അധിഷ്ഠിതമായ ക്രിസ്തീയത കൈമോശം വരാതിരിക്കാൻ ഈ ധ്യാന ചിന്തകൾ നമുക്ക് ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മീനിങ്ഫുൾ ലെൻഡ് അഥവാ അർത്ഥപൂർണമായ നോയമ്പ് എന്ന വിഷയത്തിന്മേൽ ചില ചിന്തകൾ പങ്കുവെക്കാമെന്ന് ഞാൻ കരുതുന്നു. ഒരു നിമിഷം പ്രാർത്ഥനയ്ക്കായി നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. ക്രിസ്തുവേശുകളിലൂടെ ഞങ്ങളെ അടകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വസ്ഥ പിതാവേ, സീനിയർ സ്റ്റാർ പ്ലാറ്റ്ഫോമിൽ കൂടി നോയമ്പിൻ്റെ ചില ചിന്തകൾ പങ്കുവെക്കുവാൻ നൽകിയ ഈ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. തികവുള്ള നിന്റെ വചനത്തിൽ നിന്നുള്ള ചിന്തകൾ എനിക്കും കേൾവിക്കാർക്കും ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഉതകുന്നതായിരിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഞങ്ങളെ പൊതിഞ്ഞുകൊള്ളണമേ. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് ഏറ്റവും പ്രസാദകരമായിരിക്കണമേ. ആമേൻ. നോമ്പെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത് എന്താണ്? ഉപവാസം, പ്രാർത്ഥന, അല്ലെങ്കിൽ യാചന, വിവിധ ദാനധർമ്മങ്ങൾ, അനുതാപം, വിനയപൂർവമായ പെരുമാറ്റം, ഇവയൊക്കെ അനുഷ്ഠിക്കുന്നതാണ് നോമ്പ് എന്നല്ലേ? ഉപവാസവും പ്രാർത്ഥനയൊക്കെ കാണപ്പെടുന്ന 3 പഴയ നിയമ വേദഭാഗങ്ങൾ നമുക്ക് നോക്കാം. ആദ്യത്തേത് ദാനിയേൽ പുസ്തകത്തിൽ നിന്നും. ദാനിയേൽ 9-ാം അധ്യായം 3-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അപ്പോൾ ഞാൻ ഉപവസിച്ചും ചുറ്റെടുത്തും വെണ്ണിയിൽ ഇരുന്നും കൊണ്ട് പ്രാർത്ഥനയോടും യാചനയോടും കൂടി അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിലേക്ക് മുഖം തിരിച്ചു. ദാനിയേലിനെ പറ്റി വേദപുസ്തകത്തിൽ നാം മനസ്സിലാക്കുന്നത് ദാനിയേൽ ഉത്കൃഷ്ട മാനസനാണ്, ഒരു തെറ്റും ആരോപിക്കാൻ കഴിയാത്തവനാണ്, ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനാണ്, അചഞ്ചലമായ വിശ്വാസിയാണ് എന്നൊക്കെയാണ്. ഇങ്ങനെ ദൈവം മുഖാതെ വളരെ പവിത്രമായ ജീവിതം നയിച്ച ദാനിയേൽ എപ്പോഴാണ് ഉപവസിച്ചും ചുറ്റിലും വെണ്ണിയിലും ഇരുന്ന് പ്രാർത്ഥിക്കുന്നതെന്നറിയാമോ? യെരുശലേമിൻ്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരാൻ പോകുന്നുവെന്ന് യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത ആ വസ്തുത ദാനിയേലിന് മനസ്സിലായി. അപ്പോൾ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് മുമ്പിൽ താൻ ഏറ്റവും ലജ്ജിതനായി. തങ്ങളുടെ അനുസരണക്കേടിനെ ഓർത്ത്, തങ്ങളുടെ മത്സരബുദ്ധിയെ ഓർത്ത് ദാനിയേൽ രട്ടിലും വെണ്ണീറിലും ഇരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതാണ് നാം വായിക്കുന്നത്. അദ്ദേഹം തൻ്റെ പാപം മാത്രമല്ല, സകല ദേശങ്ങളിലും ദൂരസ്ഥനും സമീപസ്ഥനുമായ യഹൂദ പുരുഷന്മാരുടെയും യെരുശലേം നിവാസികളുടെയും ഒക്കെയും എല്ലാ ഇസ്രായേലിൻ്റെയും പാപത്തെപ്പറ്റിയും പിതാക്കന്മാരുടെ അകൃത്യത്തെപ്പറ്റിയും ഏറ്റുപറയുന്നതും അനുദപിക്കുന്നതും നമുക്കിവിടെ കാണാം. ദാനിയേൽ തൻ്റെ പ്രാർത്ഥനയിലുടനീളം ദൈവമായ കർത്താവിൻ്റെ മഹത്വത്തെ ദർശിച്ചുകൊണ്ട് ഇസ്രായേൽ ജനതയുടെ പാവപ്രവൃത്തികളെ പറ്റിയുള്ള ബോധ്യത്തിൽ വിഷമിച്ച് പശ്ചാത്തപിക്കുന്നതാണ് നാം കാണുന്നത്. ദൈവം മഹോന്നതനും അത്ഭുതമാനുമാണെന്നും ദാനിയേൽ അംഗീകരിക്കുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കും തൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്കും എത്രമാത്രം നിയമവും ദൈവം പാലിക്കുന്നവനാണെന്ന് അംഗീകരിക്കുന്നു. നീതിമാനും മഹാകാരുണ്യവാനും രക്ഷകനുമാണെന്ന് അംഗീകരിക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ
പരമോന്നതമായ അധികാരത്തെ സർവ്വതാ അംഗീകരിച്ചുകൊണ്ട് ദാനിയേൽ തൻ്റെ അപേക്ഷകളും യാചനകളും കഴിക്കുന്നതാണ് ദാനിയേൽ 9-ാം അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. തൻ്റെ പ്രാർത്ഥനയിലുടനീളം ദാനിയേൽ ജനം വചനം കേട്ട് അനുസരിക്കാത്തതിനെപ്പറ്റി, ദൈവത്തോട് മത്സരിച്ചതിനെപ്പറ്റി, പാപം ചെയ്തതിനെപ്പറ്റി, അകൃത്യങ്ങളിൽ നിന്ന് വിട്ടു തിരിയാതിരുന്നതിനെപ്പറ്റി, കൃപയ്ക്കായി യാചിക്കാതിരുന്നതിൽ ഒക്കെ മനസ്താപപ്പെടുന്ന ദാനിയേലിനെ നമുക്ക് കാണാം. ദൈവത്തിന് ഏറ്റവും പ്രിയ പുരുഷനായി വിശേഷിക്കപ്പെട്ട ദാനിയേലിൻ്റെ ഉപവാസം പഴയ ഇസ്രായേലിനെ യഥാസ്ഥാനപ്പെടുത്തുന്നതിന് വേണ്ടിയായിരുന്നുവെങ്കിൽ യേശുക്രിസ്തുവിലൂടെ രക്ഷ നേടിയ നമ്മുടെ ഉപവാസവും നോമും നമുക്ക് ചുറ്റുമുള്ളവർ ക്രിസ്തുവിലേക്ക് യഥാസ്ഥാനപ്പെടുന്നതിന് വേണ്ടിയുള്ള ഭാരവും വാഞ്ചയുമായിരിക്കേണ്ടതല്ലേ. ഇനി ഇയ്യോബിൻ്റെ ഉപവാസത്തെപ്പറ്റി നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇയ്യോബ് 42-ന്റെ 5-6 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴും എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ആകയാൽ ഞാൻ എന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്നു. ഇയ്യോബിനെ പറ്റി ബൈബിളിൽ വിശേഷിപ്പിക്കുന്നത് നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ടകലുന്നവൻ എന്നൊക്കെയാണ്. എന്നിരുന്നിട്ടും യഹോവയുടെ മഹിമാധനത്തിന് മുമ്പിൽ തൻ്റെ ശൂന്യാവസ്ഥ ഉൾക്കൊണ്ടുകൊണ്ട് ഇയ്യോബ് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്നു. യഹോവയുടെ മഹത്വം തൻ്റെ കണ്ണാൽ കണ്ടതുകൊണ്ട് തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്നു എന്നാണ് നാം വായിക്കുന്നത്. എസ്തേറിന്റെ പുസ്തകം നാം വായിക്കുമ്പോൾ യഹൂദ ജനത്തെ രക്ഷിക്കുവാനായി നിയോഗിക്കപ്പെട്ട എസ്തേറിനെ നാം കാണുന്നു. രട്ടിൻ്റെയും വെണ്ണീറിൻ്റെയും ഉപവാസത്തിൻ്റെ അനുഭവങ്ങൾ നമുക്കിവിടെ കാണാം. എസ്തർ 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: സംഭവിച്ചതൊക്കെയും അറിഞ്ഞപ്പോൾ മൊർദെഖായി വസ്ത്രം കീറി രട്ടുടുത്ത് വെണ്ണീർ വാരിയിട്ടും കൊണ്ട് പട്ടണത്തിൻ്റെ നടുവിൽ ചെന്ന് കൈപ്പോടെ അത്യുച്ചത്തിൽ നിലവിളിച്ചു. ഇവിടെ പട്ടണത്തിൻ്റെ നടുവിൽ അത്യുച്ചത്തിൽ നിലവിളിക്കുന്ന മൊർദെഖായി എന്ന മനുഷ്യനെ നാം കാണുന്നു. അദ്ദേഹം താൻ ഇട്ടിരുന്ന വസ്ത്രം കീറി രട്ടുടുത്ത് വെണ്ണീർ വാരിയിട്ടും കൊണ്ട് കൈപ്പോടെ അത്യുച്ചത്തിൽ നിലവിളിച്ചു എന്നാണ് നാം വായിക്കുന്നത്. ആ കൈപ്പേറിയ നിലവിളിക്ക് കാരണം എന്താണ്? രാജപ്രഭുവായിരുന്ന ഹാമാൻ മൊർദെഖായിയോട് തൻ്റെ കടുത്ത നീരസം കാരണം രാജാവിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് യഹൂദ ജനത്തെ മുഴുവനായി നശിപ്പിക്കേണ്ടതിന് ഉത്തരവ് സമ്പാദിച്ചു. ഈ ദുരനുഭവം മനസ്സിലാക്കിയിട്ടാണ് മൊർദെഖായി രട്ടിലും വെണ്ണിയിലും ഇരുന്ന് നിലവിളിക്കുന്നത്. നമ്മൾ വായിച്ച ഈ 3 ഭാഗങ്ങളിൽ ഉപവസിച്ചതായി നാം കാണുന്നത് 3 പേരാണ്. ഇസ്രായേലിനെ യഥാസ്ഥാനപ്പെടുത്തുന്നതിന് വേണ്ടി യാചിക്കുന്ന ദാനിയേൽ, യഹോവയുടെ മഹിമാധനത്തിന് മുമ്പിൽ തൻ്റെ ശൂന്യാവസ്ഥ ഉൾക്കൊണ്ടുകൊണ്ട് അത്യന്തം ഭാരപ്പെടുന്ന ഇയ്യോബ്, തൻ്റെ ജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അലയറിടുന്ന മൊർദെഖായി. ഇവർ മൂവരും തങ്ങളുടെ മുമ്പിൽ കാണുന്നത് തേജസ്സേറിയവനും കരുണാമയനും നീതിമാനും മഹിമാധനനുമായ ഒരു ദൈവത്തെയാണ്. ഒപ്പം അവൾ തങ്ങളിലെ ശൂന്യതയും നിഷ്ഫലതയും നിസ്സഹായതയും കാണുന്നു. വർണ്ണനാതീതമായ മഹത്വം ധരിച്ചിരിക്കുന്ന യഹോവയായ ദൈവം മനുഷ്യനെ കളങ്കപൂരിതമായ മലിനാവസ്ഥയോടെ അടുപ്പാൻ പറ്റാത്തതിനാൽ കൃപ തോന്നി തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. രക്ഷാകരമായ ആ വീണ്ടെടുപ്പിൻ്റെ സ്മരണകൾ നിറഞ്ഞ ഒരു നോമ്പുകാലം ഈ പുതിയ നിയമകാലത്ത് നമുക്ക് ആചരിക്കാൻ ഇടയാകണം. നമ്മളിൽ ചിലർ മാംസങ്ങൾ വർജിക്കുന്ന നോമ്പായി കാണുമ്പോൾ മറ്റു ചിലർ തങ്ങൾക്ക് ആനന്ദകരമായ കാര്യങ്ങൾ വർജിക്കുന്നതും ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും നോമ്പായി കണക്കാക്കുന്നു. ക്രിസ്തീയ സഭകൾ 40 ദിവസം നോയമ്പ് ആചരിക്കുന്നതായി നിശ്ചയിച്ചിരിക്കുന്നു നമുക്കറിയാം. അതിനടിസ്ഥാനമായ ഉദ്ധരണികളിൽ ഒന്നാണ് 40 പകലും 40 രാവ് ഉപവസിക്കുന്ന യേശുവിനെ പ്രതിപാദിക്കുന്ന വേദഭാഗം. മത്തായി 4:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവ് ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു. ഇവിടെ യേശു 40 ദിവസം ഉപവസിച്ചത് എന്തിനാണ്? പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ വേണ്ടി യേശു മരുഭൂമിയിൽ 40 ദിവസം ഉപവസിച്ചെന്നാണല്ലോ നാം കാണുന്നത്. തൻ്റെ ശാരീരികമായ ഏറ്റവും ബലഹീനമായ അവസ്ഥയിൽ പോലും
പിശാചിൻ്റെ പ്രലോഭങ്ങളിൽ വീഴാതെ യേശുവിനെയാണ് നാം കാണുന്നത്. എത്ര കഠിനമായ അവസ്ഥയിലും പിതാവിന് ഹിതമില്ലാത്ത ചെയ്യുവാൻ തുനിയാത്ത യേശു, വചനത്തിന് അധിഷ്ഠിതമായി മാത്രം തീരുമാനങ്ങൾ എടുക്കുന്ന യേശു, ദൈവമായ കർത്താവിനെ മാത്രം ആരാധന യോഗ്യനെന്ന് തൻ പ്രതിയോഗിയോട് വിളംബരം ചെയ്യുന്ന യേശു ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? ഉപവാസത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളെ അടക്കി നിർത്തുന്നത് പിന്നീടുള്ള നമ്മുടെ ഇടപെടലുകളിൽ ദൈവത്തെ ഉയർത്തി കാണിക്കേണ്ടതിന് വേണ്ടിയായിരിക്കണം. നമ്മുടെ ഉപവാസങ്ങൾ ദൈവത്തെ കൂടുതൽ വ്യക്തതയോടുകൂടി മനസ്സിലാക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നതായിരിക്കണം. ദൈവമായ കർത്താവിൻ്റെ നിസ്തുലത ചുറ്റുമുള്ളവർക്ക് വിളിച്ചോതുന്നതായിരിക്കണം നമ്മുടെ പ്രതിവാദങ്ങൾ. 40 ദിവസത്തെ നോയമ്പാചരണത്തിന് അടിസ്ഥാനമായി കണക്കാക്കപ്പെടുന്ന മറ്റൊരു കാര്യമാണ് 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം മോശയ്ക്ക് 10 കൽപ്പനകൾ കൊടുക്കപ്പെട്ടു എന്നുള്ളത്. പുറപ്പാട് 34:20 ഇങ്ങനെ വായിക്കുന്നു: അവൻ അവിടെ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും 40 പകലും 40 രാവും യഹോവയുടെ കൂടെയായിരുന്നു. അവൻ 10 കൽപ്പനയായ നിയമത്തിൻ്റെ വചനങ്ങളെ പലകയിൽ എഴുതി കൊടുത്തു. ഈ സംഭവം നടക്കുന്ന സീനായിൽ മലയിൽ വെച്ചാണ്. യഹോവയ്ക്ക് ഇസ്രായേലിനോട് ഉള്ള നിയമത്തിൻ്റെ വചനങ്ങളെ, അതായത് 10 കൽപ്പനകളെ യഹോവയിൽ നിന്ന് കേട്ടെഴുതുവാൻ വേണ്ടി മോശ 40 ദിവസം ഭക്ഷണവും വെള്ളവും ഉപേക്ഷിച്ച് യഹോവയുടെ കൂടെയിരുന്നു. കൽപ്പനകളുമായി മലയിൽ നിന്ന് ഇറങ്ങി വരുന്ന മോശയുടെ മുഖത്തിൻ്റെ ത്വക്ക് പ്രകാശിച്ചു. യഹോവ തന്നോട് അരുളിച്ചെയ്തത് നിമിത്തം പ്രകാശിച്ചു എന്ന് നാം വായിക്കുന്നു. മോശ 40 ദിവസം ഉപവസിച്ചത് യഹോവയോട് കൂടെ ഇരുന്ന് കൽപ്പനകളെ കേൾക്കുവാനും കേട്ട് പ്രകാശം പ്രാപിപ്പാനും യഹോവയുടെ കൽപ്പനകൾ ജനത്തിന് നൽകുവാനും വേണ്ടിയാണ്. നമ്മുടെ 40 ദിവസത്തെ നോയമ്പ് യഹോവയുടെ കൽപ്പനയെ കേൾക്കുവാനുള്ളതാണോ? അവൻ നമുക്ക് പ്രകാശം നൽകുന്നുണ്ടോ? മറ്റു മനുഷ്യർക്ക് നാം നൽകുന്ന സന്ദേശം എന്താണ്? നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യേണ്ട അവസരമാണിത്. നോമ്പ് കാലത്ത് റെട്ടിലും വെണ്ണിലും ഇരിക്കുന്ന അനുഭവം നാം പുനരാവിഷ്കരിക്കാൻ ശ്രമിക്കുമ്പോൾ ഒന്ന് നാം ശോധന ചെയ്യുന്നത് നല്ലതാണ്. യഥാർത്ഥത്തിൽ ഭക്ഷണവും മറ്റും വെടിഞ്ഞതുകൊണ്ട്, പ്രാർത്ഥിച്ചതുകൊണ്ട്, ദാനധർമ്മങ്ങൾ നടത്തിയതുകൊണ്ട് നാം ദൈവത്തോട് അടുക്കുന്നുണ്ടോ? നമ്മുടെ നോമ്പ് യഹോവയുടെ കൽപ്പനയിൽ കേൾക്കുവാൻ വേണ്ടിയുള്ളതാണ്. അവ നമുക്ക് പ്രകാശം നൽകുന്നുണ്ടോ? ദൈവത്തെ കൂടുതൽ വ്യക്തതയോടുകൂടി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? മനുഷ്യർക്ക് നാം നൽകുന്ന സന്ദേശം എന്താണ്? നമ്മുടെ ഇടപെടലുകളിൽ ദൈവത്തെ ഉയർത്തി കാണിക്കേണ്ടതിന് നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ ഉപവാസം, പ്രാർത്ഥനകൾ, ദാനധർമ്മങ്ങൾ ഇവയൊക്കെ എങ്ങനെ ആയിരിക്കണം, അഥവാ എങ്ങനെയാകരുത് എന്ന് വ്യക്തമായും മത്തായി 6 പ്രതിപാദിക്കുന്നു. ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിമുഖം കാണിക്കരുത് എന്ന് പറയുന്നു. തന്നെയല്ല, ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക എന്ന് പറയുന്നു. പ്രാർത്ഥനയെപ്പറ്റി പറയുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുതെന്ന്, പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം എന്നും കാണുന്നു. ദാനധർമ്മങ്ങളെപ്പറ്റി പറയുമ്പോൾ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിപ്പാൻ പള്ളികളിലും വീതികളിലും കപടഭക്തിക്കാർ ചെയ്യുന്ന പോലെ നിന്റെ മുമ്പിൽ കാഹളം ഊതരുത്. നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലം കൈ ചെയ്യുന്നത് എന്ത് എന്ന് ഇടം കൈ അറിയരുത്. പഴയ നിയമപുസ്തകത്തിൽ ഒരു വാക്യം കൂടെ നമുക്ക് നോക്കാം. യോവേൽ പ്രവചനം 2-ാം അധ്യായം 12 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിവീൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരിവീൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയമുള്ളവനല്ലോ. അതായത് നമ്മുടെ ഉപവാസം മനുഷ്യർക്കല്ല, ദൈവത്തിന് മാത്രം കാണപ്പെടുന്നതായിരിക്കണം. വസ്ത്രങ്ങളെ കീറിയല്ല, ഹൃദയങ്ങളെ കീറി യഹോവയിലേക്ക് നാം തിരിയണം. രഹസ്യത്തിൽ കാണുന്ന പിതാവ് നമുക്ക് പ്രതിഫലം തരും. നമ്മുടെ പ്രതിഫലം സ്വർഗരാജ്യത്തിലാണെന്ന് നാം മറക്കരുത്. മത്തായി 5:20 നമ്മുടെ നീതി ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ നാം സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് വ്യക്തമായി പറയുന്നു. അതായത്
സ്വർഗരാജ്യ പ്രവേശനത്തിന് നമുക്ക് ഒരു നീതീകരണം ആവശ്യമാണ്. മനുഷ്യൻ പാപം മൂലം ദൈവത്തിൽ നിന്ന് ഏറെ അകന്നു പോയി എന്ന് നാം മനസ്സിലാക്കണം. നമ്മെ വീണ്ടെടുക്കാനും നീതീകരിക്കാനുമായിട്ടാണ് ക്രിസ്തുവേശു കാൽവരിയിൽ മരണം വരിച്ചത് എന്ന് ബോധ്യപ്പെട്ട് നമ്മുടെ കണ്ണുകൾ ക്രിസ്തുവിലേക്ക് തിരിക്കണം. ഒപ്പം നമ്മിലേക്കും നോക്കി അനുതാപ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കേണ്ടത് അനിവാര്യമാണ്. പശ്ചാത്താപപൂർവ്വം ജീവിതം ക്രമീകരിക്കുവാനും ക്രിസ്തുവേശുവിന്റെ രക്ഷയെ നന്ദിയോട് ഓർക്കുവാനും നമുക്ക് സാധിച്ചില്ല എങ്കിൽ നമ്മുടെ നോമ്പ് വെറും വ്യർത്ഥ ആചാരങ്ങളായി മാത്രം മാറുന്നു. നമ്മുടെ നോട്ടം ക്രിസ്തുവിലേക്ക് മാത്രമായിരിക്കണം. ഗുരുവും പിതാവും നായകനും എല്ലാമായ ക്രിസ്തുവിലേക്ക് നാം ശ്രദ്ധയോടെ നോക്കണം. എന്നാൽ മനുഷ്യരുടെ ലോകപ്രകാരമുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലേക്ക് നാം നോക്കരുത് എന്ന് വചനം കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നു. മത്തായിയുടെ 23-ാം അധ്യായത്തിൽ ആചാര അനുഷ്ഠാനങ്ങളിൽ തീവ്രത പുലർത്തുന്ന ശാസ്ത്രിമാരെയും പരീക്ഷന്മാരെയും കപടഭക്തിക്കാരെയും എന്നീ കുറ്റം വിധിക്കുന്ന യേശുവിനെ നാം കാണുന്നു. അവരുടെ പ്രവർത്തികളെല്ലാം മനുഷ്യരുടെ മുമ്പിൽ വിളങ്ങേണ്ടതിന് മാത്രമായതിനാൽ അവരുടെ പ്രവൃത്തിയിലേക്ക് നോക്കരുത് എന്ന് നാം കാണുന്നു. ഉപവാസവും ദാനധർമ്മവും ഒരുപക്ഷെ ചില ആസക്തികളിൽ നിന്ന് നമ്മെ താൽക്കാലികമായി പിന്തിരിപ്പിച്ചേക്കാം. എന്നാൽ യഥാർത്ഥ നോമ്പ് നമ്മെയും മറ്റുള്ളവരെയും ക്രിസ്തുവിലേക്ക് സ്ഥിരമായി അടുപ്പിക്കാൻ ഉപയുക്തമായിരിക്കണം. ആചാരങ്ങളും ശീലങ്ങൾക്കും ഉപരി ക്രിസ്തുവിനെ പ്രതിബിംബിക്കുന്നതിൽ നാം എത്ര കണ്ട് വിജയിച്ചിരിക്കുന്നു എന്ന് ശോധന ചെയ്യുവാനുള്ള അവസരമായി ഈ നോമ്പുകാലം നമ്മൾ പ്രയോജനപ്പെടുത്തണം. തൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരായ നാം എത്ര കണ്ട് പിന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ കുറവുകൾ മനസ്സിലാക്കി തിരുത്തലുകൾ വരുത്തുവാൻ നമ്മെ സഹായിക്കും. അങ്ങനെ തന്നോട് കൂടുതൽ അനുരൂപരാകാൻ നമുക്ക് സാധിക്കുകയും ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും നമുക്ക് ഇടയാകണം. ആചാരങ്ങളോടുള്ള അനുസരണത്തിനുപരി ദൈവത്തോടുള്ള അനുസരണം, അതായിരിക്കണം നോമ്പിലൂടെ നാം നേടുന്ന ലക്ഷ്യം. അതിന് സർവശക്തനായ ദൈവം നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. എന്റെ ഇഷ്ടങ്ങളൊന്നുമേ വേണ്ടെന്നേശുവേ, നിന്റെ ഹിതത്തിൻ നിറവിൽ